രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തുന്ന വാക്പോര് കേവലം രാഷ്ട്രീയ പൊറാട്ട് നാടകം മാത്രമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി CPM പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം CPM നേതാവ് ശ്രീമാൻ EP ജയരാജനും രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവർ പരസ്പരം ഉന്നയിച്ച ആരോപണങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ IND സഖ്യത്തിൽ നിന്ന് CPMനെയും CPIയെയും പുറത്താക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തയ്യാറാകുമോ? അതേപോലെ തന്നെ പിണറായി വിജയനും EP ജയരാജനും രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം ആത്മാർത്ഥമാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന IND സഖ്യത്തിൽ നിന്ന് സ്വയം പിന്മാറാൻ CPMും CPIയും തയ്യാറാകുമോ എന്ന് വ്യക്തമാക്കണം. ഇങ്ങനെ IND സഖ്യത്തിൽ CPMും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുക, കേരളത്തിൽ പരസ്പരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള നിഗൂഢമായ നീക്കമാണ്, തന്ത്രമാണ്, ഒരടവ് നയവും കൂടിയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരായി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അഴിമതിയിൽ മുഖ്യപ്രതിയായിട്ടുള്ള പിണറായി വിജയനെ നരേന്ദ്രമോദി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇന്ത്യയിലെ മറ്റു 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ മടികാണിക്കുന്നത്? ഇതാണ് ആരോപണം. അതിന്റെ അർത്ഥം പിണറായി വിജയനെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. കേന്ദ്ര ഏജൻസി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എന്തുകൊണ്ടാണ് തുറങ്കിലിടാത്തതെന്നാണ്. അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിലടക്കാനാണ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. ഇതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന, രാഹുൽ ഗാന്ധി എന്നാൽ അമൂൽ ബേബിയ, രാഹുൽ ഗാന്ധി പപ്പുവ, പക്വതയില്ലാത്ത നേതാവാണ്. ഇതോടൊപ്പം LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്, നാഷണൽ ഹെറാൾഡ് ന്യൂസ് പേപ്പർ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ഇപ്പൊ രാഹുൽ ഗാന്ധി IND സഖ്യത്തിന്റെ സമുന്നതനായ നേതാവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് CPM ഉന്നയിച്ചത്, LDF ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണമാണ്. നാഷണൽ ഹെറാൾഡ് ന്യൂസ് പേപ്പർ കേസിൽ മുഖ്യപ്രതിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ്. അപ്പോൾ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ആത്മാർത്ഥമാണെങ്കിൽ ഇവർക്ക് എങ്ങനെ ദേശീയ തലത്തിൽ ഒരു സഖ്യത്തിന്റെ ഭാഗമാകാൻ സാധിക്കും? പിന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധിക്കെതിരെ PB മെമ്പർ പിണറായി വിജയനും LDF കൺവീനർ EP ജയരാജനും ഉന്നയിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള ആരോപണമാണെങ്കിൽ, ഈ ആരോപണം ആത്മാർത്ഥമാണെങ്കിൽ ദേശീയ തലത്തിൽ CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദേശീയ തലത്തിൽ ആവശ്യപ്പെടാൻ തയ്യാറാകുമോ? രാഹുൽ ഗാന്ധിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെടുമോ? പ്രകാശ് കാരാട്ട് ആവശ്യപ്പെടുമോ? D രാജ ആവശ്യപ്പെടുമോ?
അങ്ങനെയാണെങ്കിൽ അവരാവശ്യപ്പെടണ്ടേ? ദേശീയ തലത്തിൽ ഈ ആവശ്യം ഉന്നയിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരീക്ഷിക്കാനും പരിഹസിക്കാനുമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉം CPI-യും തയ്യാറാകുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ CPM-ന്റെയും CPI-യുടെയും അഖിലേന്ത്യാ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.